അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ് പ്ലസ് 6 ഈസ് ഈക്വൽ ടു 2 എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. എക്സ് പ്ലസ് 6 ഈസ് ഈക്വൽ ടു 2. ഓക്കെ, എന്ത് വരും? എങ്ങനെ ചെയ്യും? എക്സ് പ്ലസ് 6 എങ്ങനെ വരും? എക്സ് പ്ലസ് 6 ഇവിടെ പ്ലസ് 6 ആയതുകൊണ്ട് എന്ത് ചെയ്തു? മാം എന്ത് ചെയ്തു? -6 ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എക്സ് പ്ലസ് 6നെ കൊണ്ട് ഇവിടെ ഒരു -6ഉം എന്ത് ചെയ്തു? ഇവിടെ 2 - 6ഉം. ഓക്കെ, ജസ്റ്റ് ഇവിടെ -6 കൊടുത്തപ്പോ അവിടെ -6 കൊടുത്തു. ഓക്കെ, എന്ത് വരും? ഇവിടെ 0 ആയി അല്ലെ? എക്സ് -6ഉം പ്ലസ് 6ഉം പ്ലസ് 6ഉം -6ഉം. ഇവിടെ എന്ത് വരും? 2 - 6 എന്താണ്? 2 - 6 നെഗറ്റീവ് ആവില്ല. 2 - 5 ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 എഴുതണം. പക്ഷെ എന്ത് സൈൻ ഇടണം? നെഗറ്റീവ് സൈൻ ഇടണം അല്ലേ? എന്ത് സൈൻ ഇടും? എന്ത് സൈൻ? 2 - 6 പറയുമ്പം എന്തായാലും ആൻസർ -4. അപ്പൊ എക്സിന് നമ്മളെ വാല്യൂ എന്താണ്? -4 ആണല്ലേ? എങ്ങനെ കിട്ടി? ഇങ്ങനെ കിട്ടി മക്കളെ? ഈ +6 ആയിരുന്നു ഇവിടെ ക്വസ്റ്റ്യൻ. എക്സ് പ്ലസ് 6 ഈസ് ഈക്വൽ ടു 2 എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ മാം അവിടെ എന്താ ചെയ്തത്? -6നെ കൊണ്ട് രണ്ട് സ്ഥലത്തും LHSലും RHSലും മൈനസ് ചെയ്തു അല്ലെ? 6നെ കൊണ്ട് മൈനസ് ചെയ്തു. അപ്പൊ നമ്മൾക്ക് മനസ്സിലായി ഇവിടെ +6ഉം -6 പെട്ടെന്ന് എന്ത് ചെയ്തു? ഇവിടെ 0 ആയിപ്പോയി. അപ്പൊ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് പെട്ടെന്ന് 0 ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് സെയിം നമ്പറിനെ കൊണ്ട് തന്നെ ഇത് ചെയ്യുന്നത്. അതിന്റെ സൈന് മാറ്റണം. ഇവിടെ പ്ലസ് ആണെങ്കിൽ നമ്മൾ ഇനി ചെയ്യുന്നത് മൈനസ് ആക്കി കൊടുക്കുക. നേരത്തെ കണ്ടില്ലേ മാം ഇവിടെ -1 ഉള്ളത് കൊണ്ട് +1 കൊടുത്തത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറെ ട്രിക്സ് മനസ്സിലാക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു -4 അല്ലെ? 2 - 6 4 -4 ആണ് അല്ലെ? 2 പറയുന്നത് സ്മോൾ നമ്പർ ആണ്, 6 ഗ്രേറ്റർ നമ്പർ. അപ്പൊ സ്മോളർ നമ്പറിന് ഗ്രേറ്റർ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്തിട്ട് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഏതാണ് ഗ്രേറ്റർ നമ്പർ സൈന്? 6ന്റെ സൈൻ എന്താണ്? മൈനസ് ആണ്. അപ്പൊ ജസ്റ്റ് ഇതൊന്നും നമ്മൾ ഇക്വേഷനിൽ ആകുന്നുണ്ടോ നോക്കിയേ. എക്സ് പ്ലസ് 6 ഈസ് ഈക്വൽ ടു 2 എന്നായിരുന്നു നമ്മളുടെ ഇക്വേഷൻ. നമ്മളോട് എന്താ പറഞ്ഞത്? നമ്മൾ എക്സിന് -4 ഇട്ട് കൊടുക്കുക. എക്സ് -4 പ്ലസ് 6 ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? -4 + 6 എന്താണ്? എന്താ -4 + 6 പറഞ്ഞാല്? മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഇതിൽ ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ എന്താ? 6ന്റെ സൈൻ എന്താണ്? 2 ആണ്. അല്ല സോറി, 6ന്റെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ? പ്ലസ് ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 6 - 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. അതിന്റെ സൈൻ എന്താണ്? പ്ലസ് ആണ് അല്ലെ? പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ സാറ്റിസ്ഫൈ ചെയ്തോ? കിട്ടിയല്ലോ. LHS ഈക്വൽ ടു RHS കിട്ടിയോ? -4 + 6 എന്ന് പറഞ്ഞത് 2 ആണ്. 2 ഈസ് ഈക്വൽ ടു 2. LHS ഈസ് ഈക്വൽ ടു RHS. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഈ 3 ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്തു എന്നുള്ളത് സിമ്പിൾ അല്ലേ? ജസ്റ്റ് ഇവിടെ -1 ആയതുകൊണ്ട് +1 ഇവിടെയും +1 ചെയ്തു. അപ്പൊ നമുക്ക് ആൻസർ x ഈസ് ഈക്വൽ ടു 1 കിട്ടി. -1 ഇവിടെ x - 1 ഈസ് ഈക്വൽ ടു 5 ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അവിടെ മാം എന്ത് ചെയ്തു? +1 LHSലും കൊടുത്തു, RHSലും +1 കൊടുത്തു. അപ്പൊ നമുക്ക് x ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയത്? x ഈസ് ഈക്വൽ ടു 6 ആണ് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്ത് എന്തായിരുന്നു? x + 6 ഈസ് ഈക്വൽ ടു 2 എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ എന്തായിരുന്നു? -6ഉം ചെയ്തു, പ്ലസ് എന്തായിരുന്നു? -6 LHSലും ചെയ്തു, RHSലും ചെയ്തു. അപ്പൊ നമുക്ക് x ഈസ് ഈക്വൽ ടു -4 എന്ന് കിട്ടി. ഓക്കെ, എക്സ് നമുക്ക് -4 +4 ഒക്കെ കൊടുക്കട്ടെ വാല്യൂ. നിങ്ങൾ വിചാരിക്കുന്ന പോസിറ്റീവ് തന്നെ വരും. ഇല്ല, വേരിയബിളിൽ നമുക്ക് ഏത് വാല്യൂവും വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Give first step you will use to subtract the variable and then solve the equation. എന്താണ്? വാരിയബിൾ സബ്ട്രാക്ട് ചെയ്ത് സോൾവ് ദ ഇക്വേഷൻ. നമ്മുടെ സെയിം മെത്തേഡ് തന്നെ, നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെയാണ്. എന്താണ് ക്വസ്റ്റ്യൻ? 3i ഈസ് ഈക്വൽ ടു 42. എന്താണ്? 3i അല്ലെ? 3l എന്നായിരിക്കും അല്ലെ? 3l ഈസ് ഈക്വൽ ടു 42. 3l ഈസ് ഈക്വൽ ടു 42 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. l ആണ് അവിടെ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ 3l ഈസ് ഈക്വൽ ടു 42 എന്നുള്ള എന്ത് ചെയ്യും? ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാ? നമുക്ക് എന്ത് ചെയ്യാം? സെയിം നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്താ ഡിവൈഡ് ചെയ്യാ? 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് both sides by എന്താണ്?
ഇതിനെ കൊണ്ട് ആ 3നെ കൊണ്ട് അല്ലെ നമുക്ക് വേരിയബിൾ മാത്രം സബ്ട്രാക്ട് ചെയ്യണം അല്ലെ വേരിയബിളിനെ സബ്ട്രാക്ട് അല്ലെ വേരിയബിളിന് ശരിക്കും സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെയിം നമ്പറുകളോട് നേരത്തെ നമ്മൾ മൈനസ് പ്ലസ് ഒക്കെ ചെയ്ത് വേരിയബിൾ മാത്രമാക്കി എടുത്തു അല്ലെ LHS എന്ന് പറഞ്ഞ സൈഡിൽ വേരിയബിൾ മാത്രമാക്കി എടുത്തു അല്ലെ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഡിവൈഡ് ബോത്ത് സൈഡ്സ് ബൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബോത്ത് സൈഡ്സ് ബൈ 3 അപ്പൊ 3L by 3 is equal to 42 by 3 okay എന്താ ചെയ്ത് 3L by 3 ഇവിടെ 3 കട്ട് ചെയ്തൂടെ സെയിം നമ്പർ ആയിട്ട് 3 കട്ട് ചെയ്യും അപ്പൊ ഇവിടെ L മാത്രമായി 42 by 3 എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ 3 എങ്ങനെ 42 by 3 കണ്ടുപിടിക്കുക 3 1 4 എത്ര 4 ഉണ്ടല്ല അല്ലെ ആൻസർ എന്താ കിട്ടുക 14 L is equal to 14 അല്ലെ L എന്ന് പറയുന്നത് 14 ആണെന്ന് കിട്ടും ഓക്കെ അപ്പൊ 3 into 14 is equal to 42 ആണോ നോക്കിയേ 3 into 14 അല്ലേ 42 ആൻസർ കിട്ടുന്നു ഓക്കെ ജസ്റ്റ് മാം അത് ചെക്ക് ചെയ്തുള്ളൂ അപ്പൊ L is equal to ആൻസർ എന്ത് കിട്ടി 14 എങ്ങനെ ചെയ്തത് ജസ്റ്റ് ഡിവൈഡഡ് ബൈ 3 ചെയ്തു അല്ലെ ഡിവൈഡഡ് ബൈ 3 ചെയ്തു ഓക്കെ ഡിവൈഡ് ബോത്ത് സൈഡ്സ് ബൈ 3 ചെയ്തു നമുക്ക് ആൻസർ കിട്ടി L is equal to 14 അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തോ ചെയ്തില്ലേ ഇനി അടുത്ത എന്താണ് അടുത്ത എന്താ ചെയ്യണ്ടേ സെക്കൻഡ് ക്വസ്റ്റ്യൻ P by 7 is equal to 4 നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് P by 7 is equal to 4 എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ P by 7 is equal to 4 ഓക്കെ എന്താ ചെയ്യണ്ടേ P by 7 is equal to 4 എന്നുള്ളത് P by 7 is equal to 4 എന്നുള്ളത് P എന്ത് ചെയ്യണം ഇവിടെ ഉള്ളത് P by 7 അല്ലെ ഈ ശരിക്കും P by 7 എന്ന് പറഞ്ഞാൽ 1 by 7 P എന്നാണ് ഈ P by 7 എന്നുള്ളത് നോക്കി ഇതെന്താ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ P നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം ഇവിടെ ഉള്ളത് ഇപ്പൊ ഡിവിഷൻ രീതിയിലാണ് അല്ലെ ബൈ ആണ് അല്ലെ P by 7 അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം അത് മൾട്ടിപ്ലൈ ചെയ്യാം ഇൻറ്റു കൊടുക്കുക ഇൻറ്റു 7 എന്നുള്ളത് കൊടുക്കുക ഓക്കെ ഇവിടെ എന്താണ് P by 7 ഇൻറ്റു 7 മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ എന്ത് 7നെ കൊണ്ട് ബോത്ത് സൈഡ്സിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ നമ്മൾ 7നെ കൊണ്ട് എന്താണ് ബോത്ത് സൈഡ്സിൽ മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ എങ്ങനെ വരും ബോത്ത് സൈഡ്സിൽ 7നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ P by 7 into 7 is equal to 4 into 7 എന്ത് ചെയ്തത് ഇവിടെ P by 7 എന്നാണ് അല്ലെ ഇവിടെ ഡിവിഷൻ ബൈ എന്നാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഇൻറ്റു വേണം എന്തുകൊണ്ടാ ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് ഈ സൈഡിൽ അല്ലെ ഈ സൈഡിൽ P വേരിയബിൾ മാത്രമാവാൻ വേണ്ടിയിട്ടാണ് മാം ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ അത് മനസ്സിലാവണം കേട്ടോ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ ഓക്കെ ഇവിടെ നമ്മൾ നേരെ ഡിവിഷൻ ചെയ്താൽ എന്ത് വരും P by 7 by 7 എന്ന് ചെയ്താൽ എന്ത് വരും 7 into 7 ചെയ്തിട്ട് എന്ത് വരും അവിടെ B by 14 വരും ഓക്കെ അതിനെക്കാട്ടും നല്ലത് എന്താണ് നമ്മൾ ഇൻറ്റു ചെയ്യുക അപ്പൊ P by 7 into 7 ഇവിടെ 7 കട്ടായി അപ്പൊ P is equal to 4 into 7 എന്താണ് 4 into 7 28 ആണ് അല്ലെ അപ്പൊ P is equal to 28 is the answer okay P 28 എന്നുള്ള ആൻസർ കിട്ടും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു Z by 3 is equal to 5 by 4 Z by 3 is equal to അടുത്ത ക്വസ്റ്റ്യൻ Z by 3 is equal to 5 by 3 ഇവിടെ വേരിയബിൾ എന്താണ് Z ആണ് അല്ലെ ഡൗട്ട് അടിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇതൊക്കെ ഇക്വേഷൻ ആണ് ഇവിടെ വേരിയബിൾ ഉണ്ട് ഇവിടെ കോൺസ്റ്റന്റ് ഉണ്ട് അല്ലെ കോഎഫിഷ്യന്റ് 1 by 3 എന്ന് പറഞ്ഞതാണ് Z കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഉണ്ട് 5 by 3 ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ Px പ്ലസ് 5 അല്ല Px അല്ല 5x ഇങ്ങനെ ഈ ഇവിടെ +2 അങ്ങനെ ഒരു കോൺസ്റ്റന്റ് പ്ലസ് ചെയ്യണം ഇക്വേഷൻ എന്നില്ല ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിലൊരു വേരിയബിൾ വേണം അതിലെന്ത് വേണം ഒരു ഈക്വൽ ടു വേണം ഇവിടെ ഒരു കോൺസ്റ്റന്റ് വേണം അത് 0 ആവും 1 ആവും 2 എന്തായാലും അതൊക്കെ നമ്മളുടെ എന്താണ് ഇക്വേഷൻസ് ആണ് ഇങ്ങനെയൊക്കെ കണ്ടാൽ ഇതൊക്കെ ഇക്വേഷൻസ് ആണ് അതേ ഫോമിൽ തന്നെ വേണം ഇക്വേഷൻ എന്നില്ല കേട്ടോ അപ്പൊ എന്താണ് നമ്മളുടെ Z by 3 is equal to 5 by 3 Z by 3 എന്നുള്ള എങ്ങനെ 5 by 3 കിട്ടും അപ്പൊ എന്താണ് ഇത് ഡിവിഷൻ ഫോമിലാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആലോചിച്ച് നോക്കിയേ ഡിവിഷൻ ഫോമിലാണ് ഇപ്പൊ ഈ വേരിയബിൾ കിടക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ
എന്താണ് താഴത്തുള്ളത് 3 ആണ്, അതുകൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താണ് z/3 × 3 5/3 അല്ലെ, രണ്ട് സൈഡിലും ചെയ്യണ്ടേ, × 3. എന്താണ് ആൻസർ? ഇവിടെ 3 കട്ട് ചെയ്തു. z = എന്ത് വരും? എന്ത് വരും ആൻസർ? എന്ത് വരും? ഈ ശരിക്കും 3 കട്ട് ചെയ്തൂടെ? ഓക്കെ, കട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഇവിടെ 5 മാത്രമേ. അപ്പൊ z = 5 is the answer. z എന്താ കിട്ടും? 5 ആണെന്നുള്ളത് ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ മനസ്സിലായോ? ഈ 3 ക്വസ്റ്റ്യൻ ഡൗട്ട് ഒന്നുമില്ലല്ലോ. 3 ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ടെൻഷൻ അടിക്കരുത്. ബൈയിലൊക്കെ കാണുമ്പോൾ നേരെ അത് മൾട്ടിപ്ലിക്കേഷനിൽ കൊണ്ടുവരാം. ഏതാണോ താഴെയുള്ള നമ്പർ ആ നമ്പറിനെ കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് വേഗം കട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇനിയിപ്പോ മൾട്ടിപ്ലിക്കേഷനിലാണ് നിൽക്കുന്നത്. 3i എന്നുള്ള 3l എന്നുള്ളത് എന്താണ്? മൾട്ടിപ്ലിക്കേഷനിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഷൻ അല്ലെ, 3l/3 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? Given the steps you will use to subtract the variable and then solve the equation. ഓക്കെ, സെയിം സബ്ട്രാക്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞത് നമ്മളോട്. സെയിം. ഓക്കെ, ഇത് എന്ത് മെത്തേഡിൽ ചെയ്യും? 3n-2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 3n-2 = 46. ഇത് നമ്മൾ ഏത് മെത്തേഡിൽ ചെയ്യും? ഇങ്ങനെ ചെയ്യാനാ പറഞ്ഞത്. ഇത് നമുക്ക് സെയിം മറ്റേ നമ്മളിപ്പോ ചെയ്ത അതേ മെത്തേഡിൽ ചെയ്യാം അല്ലെ. +2 കൊണ്ട് രണ്ട് ഭാഗത്തും ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. 3n അങ്ങനെ ചെയ്യാം. +2 കൊണ്ട് രണ്ട് ഭാഗത്തും ചെയ്താൽ എങ്ങനെ വരും? അല്ലെങ്കിൽ നമ്മളുടെ ട്രാൻസ്പോസിങ് മെത്തേഡ് ചെയ്ത് നോക്കിയേ. ട്രാൻസ്പോസിങ് മെത്തേഡ് എന്തായിരുന്നു? എല്ലാം ഇപ്പത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് വേരിയബിളിനെ ഫ്രീ ആക്കി വിടുന്ന മെത്തേഡ് പഠിച്ചിട്ടില്ലേ? ട്രാൻസ്പോസിങ്. അതാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക. ഓക്കെ, വലിയ വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ട്രാൻസ്പോസിങ് മെത്തേഡാണ് കൂടുതലും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ 3n-2 = 0. 46. അപ്പൊ ഇങ്ങനെ ചെയ്യാം. 3n = ഇവിടേക്ക് എടുക്കുക. 2 -2 ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? എന്താണ് നമ്മൾ ട്രാൻസ്പോസിംഗിൽ പഠിച്ച റൂള്? ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് എടുക്കുമ്പോൾ അതിന്റെ സൈന് ചേഞ്ച് ചെയ്യും. ഇവിടെ മൈനസ് ആയതുകൊണ്ട് എന്താവും? ഇവിടെ പ്ലസ് ആവും. ഓക്കെ, അപ്പൊ 3n = 46 + 2 എന്നുള്ളത് വരും. ഓക്കെ, 3n = 46 + 2. 46 + 2 പറഞ്ഞാൽ എന്താ? 48 വരും. ഓക്കെ, 48 വരും. ഓക്കെ, അപ്പൊ നമ്മളുടെ n = എന്താണ് പിന്നെ n വരിക? ഇവിടെ എന്ത് ഫോമിലാണ്? മൾട്ടിപ്ലിക്കേഷൻ ഫോമിലാണ്. 48 ആണ്. അപ്പൊ n എന്ന് പറയുന്നത് n = 48/3 എന്നുള്ള മെത്തേഡ് മേലെ ഇതിനെ ഇങ്ങനെ വരാം. ഓക്കെ, 3n = 48 എന്നാണ് പറഞ്ഞതെന്ന് വെച്ചാല് ഓക്കെ, ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം നമ്മളുടെ ഈക്വൽ ടു സൈഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും 48/3. കണ്ടോ? 48/3. ഓക്കെ, 3n = 48 എന്ന് പറഞ്ഞാൽ 48/3 എന്നാണ്. ഇനിയിപ്പോ 2n = 20 എന്നാണെങ്കിൽ എങ്ങനെ ഇതാ? n = എന്ത് വരും? 20/2. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ? കുറെ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ n = 48/3. എന്താണ് 48/3 എന്ന് പറഞ്ഞാല്? എന്താണ് 48/3? 3 1. എന്താണ് എന്ത് വരും? 80 എത്ര 3 ഉള്ളത്? 6 ആണല്ലേ. അപ്പൊ എന്ത് ആൻസർ വരിക? 48/3 എന്നുള്ളത് എന്ത് വരും? 16 അല്ലേ ആൻസർ വരാ? അല്ല, 16 അല്ലേ വരാ? ഓക്കെ, അപ്പൊ ആൻസർ n = 16 കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് മെത്തേഡിൽ ചെയ്തു? ട്രാൻസ്പോസിംഗ് മെത്തേഡിലാണ് കേട്ടോ ഇത് ചെയ്തത്. ട്രാൻസ്പോസിംഗ് 3n - 2 = 46 എന്നുള്ള 3n എന്നുള്ളത് എന്ത് ചെയ്തു? -2 എന്ത് ചെയ്തു? ഇങ്ങോട്ട് കൊണ്ടുപോയി, LHS-ലേക്ക് കൊണ്ടുപോയി. അല്ല സോറി, RHS-ലേക്ക് കൊണ്ടുപോയി. LHS-ലുള്ള -2 RHS-ലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് 3n മാത്രമായി. 3n = 46. ഓക്കെ, 48 ആയിരുന്നു അല്ലെ. ഇറേസ് ആയിട്ടിപ്പം മിസ്റ്റേക്ക് വന്നതാണ്. അപ്പൊ 3n = 48 ആയിരുന്നു. അപ്പൊ n = 48/3 = 16 എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ബി ക്വസ്റ്റ്യൻ. 5m + 7 = 17. 5m + 7 = 17. എന്ത് വരും? നമ്മുടെ വേരിയബിളിന്റെ സൈഡിലെ 5m
ഇതിനെന്ത് ചെയ്യണം? ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇവിടെ പ്ലസ് ആണ് അല്ലെ, പ്ലസ് സൈൻ എന്താവും? RHS എത്തുമ്പോൾ മൈനസ് സൈൻ. അപ്പൊ 17 നമ്മൾ ആദ്യം ഉള്ളത് -7 വരും. 5m is equal to 17 - 7 എന്ന് 10 വരും അല്ലെ. 17 നിന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ 10 വരും. Then m is equal to നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് അല്ലെ, ബൈ വരും. m is equal to 10/5. എന്താണ് 10/5 എന്ന് പറഞ്ഞാല്? 10ൽ എത്ര ഇഞ്ചുണ്ട്? 2 ആണ്. അപ്പൊ m is equal to 2. m/5 എന്ന് പറഞ്ഞാല് 2 ആണ് അല്ലെ. ഓക്കെ, അപ്പം therefore m is equal to 2. ആൻസർ എത്ര കിട്ടി? എമ്മിന്റെ വാല്യൂ എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്? വേരിയബിളിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്? ട്രാൻസ്പോസിംഗ് മെത്തേഡ് സിമ്പിൾ അല്ലേ? ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് എന്താണ്, നമ്മൾ ഈ മൈനസിലെ കോൺസ്റ്റന്റിന്റെ ഭാഗം ഈ കോൺസ്റ്റന്റ് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ചെയ്യാം. ഇത് നമ്മളുടെ എന്താണ്, വേരിയബിളിന്റെ സൈഡാണ്. വേരിയബിളും ഒരു കോഎഫിഷ്യന്റും ഉണ്ട് അല്ലെ. നമ്മൾ ലാസ്റ്റ് വേരിയബിളിനെ മാത്രം ആക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? കോഎഫിഷ്യന്റിനെ ഈ സൈഡിൽ കൊണ്ടുപോയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. ഇവിടെ 5നെ ഡിവൈഡ് ചെയ്തു. നമുക്ക് ആൻസർ എളുപ്പത്തിൽ കിട്ടി. എന്താണ്? m is equal to 2 എന്ന് കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? (20p/3 is equal to 40 എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? 20p/3. 20p/3 is equal to 14. 40. ഓക്കെ, എങ്ങനെ ചെയ്യാം? എന്ത് വരും? എങ്ങനെ ഇത് ചെയ്യാം? നമ്മൾ ട്രാൻസ്പോസിംഗ് മെത്തേഡിലാണെങ്കിൽ ചെയ്ത് നോക്കി. ഇത് ബൈ 3നെ നമ്മൾ നേരെ തിരിച്ച് അല്ലെ ഇങ്ങോട്ട് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, 20p × 40 × 3. എന്താ ചെയ്തത്? ഇവിടെ കടക്കുന്ന ഡിനോമിനേറ്ററിൽ കടക്കുന്നതിന് തിരിച്ചല്ലേ നമ്മൾ LHSലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം? അതിനങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലൈ ആവും. ഇങ്ങനെയുള്ളത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരിക. ഓക്കെ, അപ്പൊ 20p = 40 × 3. അപ്പൊ 20p = എത്ര വരും? 40 × 3. What is the 40 × 3? 120 അല്ലേ. ഓക്കെ, then p = 120/p. ഓക്കെ, 120/20. p അല്ല, p = 120/20. ഓക്കെ, എന്താണ് ആൻസർ വരിക? എന്ത് വരും മക്കളെ? 6 അല്ല ആൻസർ വരിക. നമുക്ക് p = 6 എന്ന് കിട്ടും. ഓക്കെ, ഇതെങ്ങനെ ചെയ്തത്? 20p/3 = 40 എന്നാണ്. അപ്പൊ 20p = എന്ത് ചെയ്തു? 40 × 3 ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടി 20p = 120 എന്ന് കിട്ടി. p = 120/20 = 6 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളുടെ 3 ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ചു നോക്കിയേ. നമ്മൾ ഈ മെത്തേഡ് നമ്മൾ ട്രാൻസ്പോസിംഗ് മെത്തേഡിലാണ് ചെയ്തത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3n - 2 എന്നായിരുന്നു. നമുക്ക് n = എന്ത് കിട്ടി? 16 എന്ന് കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ 5m + 7 = 17 ആയിരുന്നു. നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് m ന് 2 എന്നുള്ള വാല്യൂ കിട്ടി അല്ലെ. 2 ഉള്ള വാല്യൂ കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ 20p/3 = 14 ആയിരുന്നു. ഇത് നമ്മൾ p ന്റെ വാല്യൂ എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഈ 3 മെത്തേഡ് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാ 10th ക്വസ്റ്റ്യൻ, സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻ. ഓക്കെ, നമ്മളുടെ ഇനിയും സോൾവ് ചെയ്യാൻ കുറെ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. ചാപ്റ്ററിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട്. മാക്സിമം ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് നന്നായിട്ട് തറാവും. ഓക്കെ, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മൾ ആൻസേഴ്സ് ചെയ്യാൻ പോവാണ് അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10p = 100 ചെയ്തേ. നമ്മൾ ഇത്ര പ്രാവശ്യം ചെയ്തു. അപ്പൊ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാലോ. 10p = 100 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് നമ്മുടെ p ന്റെ വാല്യൂ വരിക? അതാണല്ലോ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. എന്താ വരിക? 10p = 100 എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്തേ. നമ്മുടെ ട്രാൻസ്പോസിംഗ് മെത്തേഡിലോ ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. 10p = 100. p = എന്ത് വരും? നേരെ 100/p എന്ന് ചെയ്താൽ പോരെ. സോറി, 100/10 എഴുതിയാ പോരെ. ഓക്കെ, ഇതിന് ഇവിടെ ന്യൂമറേറ്ററിൽ ഉള്ളത് നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഡിനോമിനേറ്ററിലേക്ക് വരിക അല്ലെ. ഇവിടെ ഇപ്പൊ a/b = c/d എന്നാണ് നമ്മളുടെ വാല്യൂ. ജസ്റ്റ് വെറുതെ പറഞ്ഞതാണ് കേട്ടോ നമ്പർ എന്ന് പറഞ്ഞത്. അപ്പൊ എങ്ങനെ ഇത് ചെയ്താ? ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലാണ് വരിക. a × d ഉണ്ടോ? ഇങ്ങനെ a × d = b × c ഇങ്ങനെ വരാം. ഇങ്ങനെയും ഇങ്ങനെയും കണ്ടോ? a × d ആണ്. a × d = b × c. അങ്ങനെയാണ് നമ്മൾ എഴുതാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇതിന് ഇങ്ങനെയും ഇങ്ങനെയാണ് വരിക. അതുപോലെ തന്നെ 10p എന്നുള്ളതാണ് അല്ലെ. 10p എന്നുള്ളത് എങ്ങോട്ടാ വരിക? ഇതിന്റെ താഴോട്ടല്ല വരിക. അതാണ് p = 100/10 വരിക. ഓക്കെ, p = അപ്പൊ എന്ത് വരും? 100/10 എന്താണ്? 10 ആണല്ലേ. അപ്പൊ p = എന്താണ്? 10 ആണ് നമ്മളുടെ ആൻസർ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 10p പ്ലസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ 10p പ്ലസ് 10 ഈസ് ഈക്വൽ ടു എന്ത് വരും? 100. ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. 10p പ്ലസ് p ഈസ് ഈക്വൽ ടു 100. എങ്ങനെ ചെയ്യും? 10p പ്ലസ് 10 എന്ത് ചെയ്യണം? ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഈ പ്ലസ് 10 എന്ത് ചെയ്യും? ആ RHS സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പൊ 10p ഈസ് ഈക്വൽ ടു അല്ലെ 100. ഇതെന്താണോ പ്ലസ് സൈൻ ഉള്ളത് എന്താവും? മൈനസ് സൈൻ ആവും അല്ലെ? അപ്പൊ -10. അപ്പൊ എന്ത് വരും? 10p ഈസ് ഈക്വൽ ടു 100 മൈനസ് 10. What is the answer? 90. അപ്പൊ p is equal to 90/10. Okay. 90/10. What is the answer? 90/10. Okay. 90/10 is equal to 9. Okay. 90 എത്ര 10 ഉണ്ട്? 9 അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് p is equal to 90/10 is equal to 9 എന്നുള്ള ആൻസർ കിട്ടി. സിമ്പിൾ അല്ലേ? 10p പ്ലസ് 10 ഈസ് ഈക്വൽ ടു 100. അവിടെ 10p അവിടെ വെച്ചു. ഈ കോൺസ്റ്റന്റ് ആയ പ്ലസ് 10 നമ്മൾ എന്ത് ചെയ്തു? RHS സൈഡിലേക്ക് കൊണ്ടുവന്നു. അതിന്റെ സൈന് പ്ലസ് ആയതുകൊണ്ട് സൈഡിലേക്ക് മാറുമ്പോൾ നമ്മളുടെ ട്രാൻസ്പോസിങ്ങിലുള്ള റൂൾ എന്തായിരുന്നു? സൈന് ഓപ്പോസിറ്റ് ആവും അല്ലെ? അപ്പൊ പ്ലസ് ഉള്ളത് മൈനസ് ആയി. 100 മൈനസ് 10 90. 10p ഈസ് ഈക്വൽ ടു 90 കിട്ടി. p ഈസ് ഈക്വൽ ടു 90/10. ഓക്കെ, ഈ ഒരു ഭാഗം ഡിവിഷൻ ആ ഒരു സംഭവം നന്നായിട്ട് മനസ്സിലാക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Third question, 3s is equal to -9. 3s is equal to, let's see question. See question. 3s is equal to -9 എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. 3s is equal അല്ലെ? ഇവിടെ വേരിയബിൾ s ആണ്. ഓക്കെ, അപ്പൊ -9. അപ്പൊ എങ്ങനെ വരും? 3s നമ്മൾ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരും. എങ്ങനെ വരിക? ഡിവിഷൻ ആണ് വരിക അല്ലെ? സിമ്പിൾ അല്ലേ? s is equal to -9/3 എന്നാണ് വരിക അല്ലെ? ഇങ്ങനെ തിരിച്ച് നേരെ ഇട്ടാൽ മതി. -9/3. 9/3 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ? 9ൽ എത്ര 3 ഉണ്ട്? 3 ആണല്ലേ? അപ്പൊ 3 ആണ് ആൻസർ കിട്ടുക. അപ്പൊ s is equal to -3 അല്ലെ? എന്തുകൊണ്ട് മൈനസ് വന്നതു? ഇവിടെ മൈനസ് ഉണ്ട്, ക്വസ്റ്റ്യനിൽ മൈനസ് ഉണ്ട്. അപ്പൊ 9/3 എന്നുള്ളത് 3 ആണ്. അപ്പൊ -3. അപ്പൊ s is equal to നമുക്ക് എന്ത് കിട്ടി? -3 എന്നുള്ള കിട്ടിയ ആൻസർ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇപ്പൊ നമ്മൾ സൊല്യൂഷൻ ചെയ്യാൻ എളുപ്പല്ലേ? കുറെ എണ്ണം ചെയ്യാൻ നമുക്ക് ഒന്നും കൂടെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10p is equal to 100 എന്നായിരുന്നു. അവിടെ നമുക്ക് എന്ത് ചെയ്തു? p is equal to 10 എന്നുള്ള ആൻസർ കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 10p plus 10 is equal to 109. ഇവിടെ നമുക്ക് p ക്ക് എന്താ വാല്യൂ കിട്ടിയത്? 90 ആണ് കിട്ടിയത്. ഓക്കെ, ഇതൊക്കെ നിങ്ങളൊന്ന് നമ്മളുടെ എന്ത് ചെയ്യണം? നമ്മളുടെ ഇതിലിട്ട് കൊടുത്താക്കണം കേട്ടോ. പ്രോബ്ലംസ് കിട്ടുന്നുണ്ടോ ശരിക്കും മനസ്സിലാക്കണേ. അപ്പൊ നമ്മൾ സെക്കൻഡ് എന്തായിരുന്നു? 10p plus 10 is equal to 109. ഇവിടെ നമുക്ക് p ക്ക് വാല്യൂ എന്ത് കിട്ടി? 9 കിട്ടി. ഓക്കെ, അപ്പൊ 9 കിട്ടിയിട്ട് ചെയ്തു. പിന്നെ എന്തായിരുന്നു? തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3s is equal to -9 ആയിരുന്നു. നമുക്ക് s ന് എന്ത് കിട്ടി? -3 എന്ന് കിട്ടി അല്ലെ? ഇത് ചെയ്ത് നോക്കണോ? സൊല്യൂഷൻ ഇതിൽ കറക്റ്റ് ആണോ നോക്കണോ? 3s is equal to -9 എന്നാണ്. ഇവിടെ നമ്മൾ s ന് എന്താ വാല്യൂ കണ്ടുപിടിച്ചത്? -3 എന്നാണ്. അപ്പൊ നമ്മൾ s ന് -3 ഇട്ട് കൊടുത്തേ. എന്താ ആൻസർ കിട്ടുന്നത്? 9 ആണോ നോക്കിയേ? -9 ആണോ? 3 × -3 എന്ന് പറഞ്ഞാൽ -9 ആണല്ലേ? അപ്പൊ മൈനസ്. നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. ഇതുപോലെ എല്ലാം തിരിച്ച് ചെയ്ത് നോക്കണം. എല്ലാം സൊല്യൂഷനിലേക്ക് ഇട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത നോക്കിയേ സോൾവ് ചെയ്യാനുള്ളത്. ഇതൊക്കെ നിങ്ങളുടെ NCERT-യിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 4 × m + 3 is equal to 18 അല്ലെ? എങ്ങനെ ക്വസ്റ്റ്യൻ ഉള്ളത്? 4 × m + 3 is equal to 18. ഇവിടെ എങ്ങനെ ചെയ്യും? നമുക്ക് ബ്രാക്കറ്റ് ഇലാബറേറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ചെയ്താലോ അല്ലെ? എങ്ങനെ വരും? എന്ത് ചെയ്യും? 4m എന്നുള്ളത് എങ്ങനെ ചെയ്യും? ഇങ്ങനെ ചെയ്യാം അല്ലെ? 4 × m 4 × 3. ഇങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ അതാണ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ 4m മാമിന്റെ കൂടെ തന്നെ ശ്രദ്ധിച്ച് ചെയ്തേ. 4 × m 4m. ഇനി ഇത് 4 × 3 പ്ലസ് 4 × 3 എന്താണ്? 12 is equal to 18. എന്താ ചെയ്താൽ മനസ്സിലായോ? ഈ ബ്രാക്കറ്റിന് നമ്മൾ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ആണ്. ഈ ബ്രാക്കറ്റിലുള്ള ഇൻസൈഡിലുള്ളതിനെ നമ്മൾ പുറത്തുള്ളത് വെച്ച് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ 4 × m 4m 4 × 3 12 is equal to 18. അപ്പൊ 4 നമ്മളുടെ ആദ്യം പഠിച്ച അതേപോലെ ആയില്ലേ? നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അതേ ഇക്വേഷൻ ആയി അല്ലെ? അപ്പൊ 4m is equal to ഇനി എന്ത് വരും? +12 -2 ഇങ്ങോട്ട് മാറ്റി -12 ആക്കണം. അപ്പൊ 18 -12. ഓക്കെ, അപ്പൊ 4m is equal to 18 - 12 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു?
6 ആണ് അല്ലെ. 18 12 മൈനസ് ചെയ്താൽ 6 ആണ്. അപ്പൊ എന്താ ആൻസർ വരിക? 4m is equal to 6 ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായിരുന്നു? m is equal to 6/4 എന്നാണ്. m ന് 6/4 എന്ന് കിട്ടി. ഇനി കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് 2 കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? 3/2 എന്നൊക്കെ എഴുതാം. നിങ്ങൾ ഇങ്ങനെ വെച്ചാൽ മതി. m is equal to 6/4 എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തത്? 4 ഇല്ലേ, ബ്രാക്കറ്റ് കാണുമ്പോൾ ടെൻഷൻ ആവരുത്. ഇവിടെ ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. 4m into 4 ചെയ്യാം. 4m ചെയ്താണ്ടോ? സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? സെക്കൻഡ് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? -2 അല്ലെ. -2 -2x + 3 is equal to 8 ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ. ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ചെയ്തേ. എങ്ങനെ ചെയ്യും? -2 നേരത്തെ ചെയ്ത അതേ മെത്തേഡ് ഇവിടെ മൈനസ് ജസ്റ്റ് എന്താണ് നമ്മളുടെ മൈനസ് ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ മൈനസ് ചെയ്യണം. മൈനസ് ഇൻറ്റു 2x എന്താണ്? -2x മൈനസ് ഇൻറ്റു -3 -2 into 3 എത്രയാണ്? -6 എന്ന് വരും അല്ലെ. 2 into 3 6 അല്ലേ. ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് -6 is equal to 8 വരും. അപ്പൊ എന്ത് വരും? ഇതിപ്പോ നമ്മളുടെ ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് എന്താണോ RHS സൈഡിലേക്ക് കൊണ്ടുവരാൻ. അപ്പൊ -2x is equal to എന്ത് വരും? 8 + 6 വരും അല്ലെ. ഈ -6 കൂടെ കൊണ്ടുവരുമ്പോ എന്ത് വരും മക്കളെ? പ്ലസ് അല്ലേ. അപ്പൊ +6. അപ്പൊ എന്ത് വരും? ഇനി എന്താണ്? -2x 8 + 6 എന്താണ്? 14 ആണ്. ഓക്കെ. അപ്പം x എന്ത് വരും? x എന്ത് വരും? x is equal to 14/2 അല്ലെ. മൈനസ് ഉണ്ടാവും. നമ്മളുടെ മൈനസ് ഉണ്ടാവും. ഇവിടെയുള്ള മൈനസ് ഉണ്ട്. നിങ്ങൾക്ക് മൈനസ് അവിടെ ഇട്ട് കൊടുക്കാം. അപ്പൊ x is equal to എന്ത് വരും? ആൻസർ x is equal to എന്ത് വരും? -14/2 അല്ലെ. is equal to -7. ഓക്കെ. -7 എന്നാണ് നമ്മളുടെ ആൻസർ വരിക അല്ലെ. -7 അല്ലേ വരിക. ഓക്കെ. ഈ മൈനസ് എന്താണ്? ഇവിടെയുള്ള മൈനസ് ആണ് കേട്ടോ. അപ്പൊ x is equal to -14/2 is equal to -7. x ന് നമുക്ക് ആൻസർ കിട്ടി -7 എന്ന് കിട്ടി. ഓക്കെ. ഒന്ന് നോക്കിയേ. -2x into x + 3 അല്ലെ. ഈ ബ്രാക്കറ്റ് ശരിക്കും ഇവിടെ ഇൻറ്റു എന്നാണ് അർത്ഥം. അറിയില്ല. ബ്രാക്കറ്റിന്റെ അടുത്തുള്ളത് നമ്മൾ ഇൻറ്റു ആണ് അല്ലെ. നമ്മൾ ശരിക്കും 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്നുണ്ട്. അപ്പൊ -2 into x + 3 എന്നുള്ളത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് ആൻസർ എങ്ങനെ കിട്ടി? x is equal to എന്ത് കിട്ടി? -7 എന്ന് കിട്ടി. ഓക്കെ. അപ്പൊ ഈ രണ്ട് പ്രോബ്ലം മനസ്സിലായോ അല്ലെ? കുറച്ചൊരു ഡിഫറെന്റ് പ്രോബ്ലം ആയിരുന്നു. ബ്രാക്കറ്റ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അല്ലെ. ഓക്കെ. അപ്പൊ എല്ലാ ടൈപ്പ് പ്രോബ്ലം മാം ചെയ്തു തന്നിട്ടുണ്ട്. നന്നായിട്ട് തറോ ചെയ്ത് നോക്കണേ. ഓക്കെ. അപ്പൊ അടുത്തത് നോക്കിയേ. ഇനിയുള്ളത് നമ്മളുടെ ഒരു വേർഡ് പ്രോബ്ലം പോലെ തന്നിട്ട് സോൾവ് ചെയ്യാൻ. നേരത്തെ കണ്ട സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യുന്നു? ഇക്വേഷൻസ് ഫോം ചെയ്യാനാ പറഞ്ഞു. ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ. നോക്കണേ. സോൾവ് ചെയ്യാനോ നിങ്ങൾക്ക് വരുന്നത്? ഇവിടെ എന്താ ക്വസ്റ്റ്യൻസ് വരുന്നത്? ദ നമ്പർ ഓഫ് 3 times എ നമ്പർ. നമ്പർ അല്ല, സം ഓഫ് 3 times ഒരു സം 3 times എ നമ്പറിന്റെ എന്താണ്? 11ന്റെതും എന്താണ്? 32. അതെ, നമ്മൾ ഇതുപോലെ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. ഇതെന്താണ്? സ്റ്റേറ്റ്മെന്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് നമ്മളോട് എന്താ പറഞ്ഞത്? സോൾവ് ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ എന്താ വരിക? സം ഓഫ് 3 times എ നമ്പർ. ഒരു നമ്പറിന്റെ 3 times. അപ്പൊ എന്താ? ലെറ്റ് ദ നമ്പർ ബി let a number be. a number ഏത് നമ്പർ ആയാലും എന്താ നമ്മൾ എടുക്കുന്നത്? ഏതായിട്ട് എടുക്കേണ്ട? x ആയിട്ട് എടുക്കാം അല്ലെ. ആരാണ്? x. അപ്പൊ എങ്ങനെ പറഞ്ഞത്? 3 times a number. Sum of 3 times a number and 11 അല്ലെ. 3 times a number എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്? 3x. ഓക്കെ. അപ്പൊ 3x plus sum of 3 times a number and 11 plus 11 is എന്താ പറയുന്നത്? equal to 32 ആണ് നമ്മൾ. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തോ? അറിയില്ലേ? ഇക്വേഷൻ ഫോം ചെയ്യാൻ പഠിച്ചല്ലേ. അപ്പൊ 3x + 11 is equal to 32 എന്ന് കിട്ടി. ഇതെങ്ങനെ ചെയ്യും? വേഗം സോൾവ് ചെയ്തേ. പെട്ടെന്ന് ചെയ്ത് എന്താണ്? -+11 ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൈനസ് ആക്കാം അല്ലെ. അപ്പൊ 3x is equal to 32 -11 അല്ലെ. +11 ഉള്ളത് അങ്ങോട്ട് വന്ന് -11 അല്ലെ. നമ്മൾ ട്രാൻസ്പോസിംഗ് ചെയ്യുന്നത്. അപ്പൊ 3x is equal to എന്ത് വരും? 32 -11 എന്നുള്ളത് എന്ത് വരും? 2ൽ നിന്ന് 1 പോവാ. 3ൽ നിന്ന് 1 എന്ത് വരും? 21 വരും. ഓക്കെ. അപ്പൊ x is equal to എന്ത് വരും? 21/3 അല്ലെ. ഇതൊക്കെ നമ്മൾ കുറെ വട്ടം ചെയ്തു അല്ലെ. തറോ ആയതാണ് അല്ലെ. 21/3 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു?
21 എത്ര 3 ഉണ്ടോ 7. ഓക്കെ, അപ്പൊ ആൻസർ x is equal to 7. സിമ്പിൾ അല്ലേ? പ്രോബ്ലം കാണുമ്പം ടെൻഷൻ അടിക്കരുത്, നന്നായിട്ട് റീഡ് ചെയ്യാൻ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ലെറ്റ് ദ നമ്പർ നമ്മൾ എക്സ് ആക്കി എടുത്തു. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. 3x + 11 = 32 എന്ന് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ x = 7 എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? സോൾവ് ദ ഫോളോയിങ്. Lakshmi's father, okay, Lakshmi's father is 49 years old. ലക്ഷ്മിയുടെ ഫാദർ 49 years old ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. He is 4 years older than 3 times Lakshmi's age. അല്ലെ, ഇത് നമ്മൾ ഇതുപോലത്തെ നമ്മൾ ഏജിന് ക്വസ്റ്റ്യൻസ് ചെയ്തതാണ് അല്ലെ, നിങ്ങൾക്ക് തറവായതാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇക്വേഷൻ ഫോം ചെയ്യാലോ. അങ്ങനെ ആകുമ്പോൾ എങ്ങനെ പറഞ്ഞത്? ലക്ഷ്മി's father ഏജ് 49 years ആണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? He is 4 years older than, എന്താ പറഞ്ഞത്? ലക്ഷ്മി's ഏജ്, ലക്ഷ്മിന്റെ അവരുടെ മകളുടെ ഏജിനേക്കാളും 4 ഇയേഴ്സ് എന്താണ് കൂടുതലാണ്. എന്താണ്? ഓൾഡർ ദാൻ 3 ടൈംസ്. അവിടെ 3 ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാ? 3 ഇൻറ്റു വരും അല്ലെ. വാട്ട് ഈസ് ലക്ഷ്മീസ് ഏജ്? അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത്? എന്താണ് നമ്മൾ ലെറ്റ് ചെയ്യേണ്ടത്? ലെറ്റ് ലക്ഷ്മീസ് ഏജ് അല്ലെ, ലക്ഷ്മീസിന്റെ ഏജ് എന്താക്കി എടുക്കണം? ലക്ഷ്മീസ് ഏജ് ബി എക്സ് ആക്കി എടുക്കുക അല്ലെ. നമുക്ക് അറിയാത്തതാണല്ലോ നമ്മൾ എക്സ് ആക്കി എടുക്കല്. ഇവിടെ തരാത്തത് ലക്ഷ്മീസിന്റെ ഏജ് ആണ്. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതും എന്താണ്? ലക്ഷ്മിന്റെ ഏജ്. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മളോട് എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അത് നമ്മളുടെ എക്സ് ആക്കി എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് കിട്ടും. വാട്ട് ഈസ് ലക്ഷ്മീസ് ഏജ് എന്നാ ചോദിച്ചത്. അപ്പൊ നമ്മൾ ലെറ്റ് ലക്ഷ്മീസ് ഏജ് ബി എക്സ്, എന്നിട്ട് നമുക്ക് എക്സിന് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ തന്നത്? ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നോക്കിയേ. Lakshmi's father is 14 years old. He is 4 years older than 3 times Lakshmi's age. എങ്ങനെ 3 times Lakshmi's age എന്ന് പറയുമ്പോൾ 3x. ഓക്കെ, 3x ഓൾഡർ ദാൻ, എത്ര ഓൾഡർ ദാൻ? 4 വർഷം ഓൾഡർ ദാൻ, 6 വർഷം മൂത്തതാണ്. പിന്നെ എന്തിനെ കാണും? എത്ര ഇരട്ടി? 3 ഇരട്ടി ലക്ഷ്മിന്റെ ഏജിനെ കാണും. ഓക്കെ, അപ്പൊ 3 + 4 അല്ലെ, പ്ലസ് അല്ലേ വരാ? ഓൾഡർ ദാൻ എന്നാ പറഞ്ഞത് അല്ലെ, കൂടുതലാണ്, മൂത്തതാണ്. ഓൾഡർ ദാൻ 3 ടൈംസ് ലക്ഷ്മീസ് ഏജ് ഈസ് ഈക്വൽ. അപ്പൊ എത്രയായിരുന്നു നമ്മുടെ ഫാദറിന്റെ ഏജ്? എത്രയായിരുന്നു? ക്വസ്റ്റ്യൻ വന്നത് 49 ആണ്. ക്വസ്റ്റ്യൻ ഫോം ചെയ്തോ? ഫോം ചെയ്തില്ലേ? എളുപ്പല്ലേ? അപ്പൊ 3x + 4 = 49 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. ഇനി എങ്ങനെ സോൾവ് ചെയ്യും? എക്സിന്റെ വാല്യൂ 3x അവിടെ വെക്കുക, +4 എന്ത് ചെയ്യും? ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മൈനസ് ചെയ്യാം. 49 - 4 വരും. ഓക്കെ, അപ്പൊ എന്ത് വരും? 3x = 49 - 4 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 45 അല്ല ആൻസർ. ഓക്കെ, അപ്പൊ 3x = 4 എന്നുള്ളത് 3x = 45 എന്നാണെന്നുള്ളത്. എന്താണ്? x = എന്ത് വരും? therefore x = എന്ത് വരും? ബൈ ചെയ്യല്ലേ? 45/3. എന്താണ് 45/3? 15. ഓക്കെ, അപ്പൊ ആൻസർ എത്രയാണ്? ലക്ഷ്മിന്റെ ഏജ് എത്രയാണ് മക്കളെ? 15 ആണല്ലേ. 15 വയസ്സാണ് ലക്ഷ്മിക്കുള്ളത്. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ ലക്ഷ്മിന്റെ ഏജ് നമ്മൾ കണ്ടുപിടിച്ചു, 15 കണ്ടുപിടിച്ചു. ഓക്കെ, എങ്ങനെ മനസ്സിലായല്ലോ? ലക്ഷ്മിന്റെ ഫാദറിന്റെ ഏജ് തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ എത്രയാണ് ലക്ഷ്മിന്റെ ഏജ് എന്ന് കണ്ടുപിടിക്കാനുള്ള ക്ലൂ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ലക്ഷ്മിന്റെ ഏജ് നമ്മൾ എക്സ് ആക്കി എടുത്തു, നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്തു, ആ ഇക്വേഷനിലൂടെ നമ്മൾ എക്സ് കണ്ടുപിടിച്ചു. അതാണ് എന്താണ് ലക്ഷ്മിന്റെ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളുടെ എന്തായിരുന്നു സിമ്പിൾ ഇക്വേഷൻസിന്റെ പ്രോബ്ലംസ് കുറെ എണ്ണം ചെയ്തു അല്ലെ. നമ്മൾ NCERT കുറെ പ്രോബ്ലംസ് ചെയ്തു. അപ്പൊ ഇനി മാക്സിമം നിങ്ങൾ NCERT ബാക്കി പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. അപ്പൊ മാം ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്, ഇനി ബാലൻസ് ഉള്ളതൊക്കെ ചെയ്യുക. ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, എന്താണ് ഇക്വേഷൻസ് എന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, എന്നിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ നോക്കുക. ഓക്കെ ഓക്കെ, ബൈ.